നിങ്ങൾക്കറിയോ ഇവരെന്തിനാണ് ഞങ്ങളോട് ചൂടാവണമെന്ന്? അതായത് അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഞങ്ങളോട് ചൂടായത്. ഞങ്ങൾക്ക് ആവശ്യമായി പൂരത്തിന് വേണ്ടി ജസ്റ്റ് ബൈക്ക് വെച്ചിട്ട് ആ ഹെൽമെറ്റ് ഒന്ന് ആ വീട്ടിൽ വെക്കാൻ പോയ സമയത്ത് അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. വീട് ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു ഭക്ഷണം കഴിക്കായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആര് വന്നാലും അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഇരുന്നിട്ടെങ്കിലും എഴുന്നേൽക്കുന്നതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ എങ്ങനെ കഴിക്കും? പാലക്കാട്ടുകാരുടെ സ്നേഹം സമ്മതിക്കണം. ആദ്യമായിട്ട് വരികയാണ് ഞങ്ങൾ. ഈ വീട് മുന്നേ കണ്ടപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, പക്ഷെ നമുക്കിൻ്റെ ഒരു ഇലയിട്ട് ഭക്ഷണം തരും. സമ്മതിച്ചു പോയിട്ടാണ്. ഇലയിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എല്ലാ കൂട്ടുകറികളും ഒഴിച്ച് കൂടെ സാമ്പാർ ഒഴിച്ചൊരു പിടി അങ്ങ് കഴിച്ചപ്പോണ്ടല്ലോ, അവരുടെ കറികളേക്കാൾ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ സ്നേഹത്തിന്. അങ്ങനെ സദ്യ കഴിച്ചു. ആ ഇലയിൽ തന്നെ കുറച്ച് പായസം ഒഴിച്ച് ആ പായസവും കുടിച്ചു. നമ്മൾ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നമുക്കൊരു നേരത്തെ ഭക്ഷണം ദൈവം കരുതി വെച്ചിട്ടുണ്ടോ? അതാണ് സത്യം. അത് ഷുവറാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവസാനം വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഈ ചേട്ടനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഈ ചേട്ടൻ്റെ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ചേട്ടൻ അറിയുന്ന കാവശ്ശേരിക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.